ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുകയാണല്ലോ. അവരുടെ കയ്യിൽ അധികാരമുള്ള സംസ്ഥാനങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കർണാടകയിൽ സംഭവിച്ചതുപോലെ, ഉത്തർപ്രദേശിൽ സംഭവിച്ചതുപോലെ. അങ്ങനെ ഈ 144-നെ പരസ്യമായി ദുരുപയോഗം ചെയ്യുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൽ ആരും പ്രതിഷേധിക്കേണ്ട, അത് ഞങ്ങൾ പറയുന്നതാണ് അതിൻ്റെ വസ്തുത എന്നുള്ളതാണ് BJPയുടെ ധാർഷ്ട്യം. പക്ഷേ ഈ ധാർഷ്ട്യം ഇങ്ങനെ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന BJPക്കാരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുകയാണ് ബംഗാളിൽ മമത. അതായത് അടിക്ക് അടി തന്നെയാണ് മറുപടി. ഇപ്പോൾ ബംഗാളിൽ മമത ചെയ്ത കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശനിയാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും BJP ഒരു മഹാറാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു ബംഗാളിൽ. ആ റാലി സംഘടിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ മമതാ ബാനർജി 144 പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശിലൊക്കെ പ്രഖ്യാപിച്ചതുപോലെ, കർണാടകയിൽ പ്രഖ്യാപിച്ചതുപോലെ കാരണമില്ലാതെയല്ല, മറിച്ച് ഈ റാലിയിൽ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ മുൻകൂട്ടി അവിടെയുള്ള ചില പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് 144 പ്രഖ്യാപിക്കുകയും BJPക്കാർക്ക് റാലി നടത്താൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. പക്ഷേ അവർ അതിനെയൊക്കെ ഭേദിച്ച് ഒരു പരിധിവരെ അവിടെ റാലി നടത്തി. റാലി നടത്തിയ BJPക്കാർക്കാവട്ടെ മമതയുടെ പോലീസിൻ്റെ FIRഉം കടന്നു വന്നു. അപ്പോൾ BJPക്കാർ പറയുകയാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. ആരോടാണ് പറയുന്നത്? മമതാ ബാനർജിയോട് BJPക്കാരാണ് പറയുന്നത്, ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിങ്ങൾ തടയുകയാണ് എന്ന്. ഇതല്ലേ ഇവർ ഉത്തർപ്രദേശിൽ ചെയ്യുന്നത്? ഇതല്ലേ ഇവർ കർണാടകയിൽ ചെയ്യുന്നത്? ഇതല്ലേ ഇവർക്ക് അധികാരമുള്ള സംസ്ഥാനങ്ങളിൽ ഇവർ ചെയ്യുന്നുള്ളത്? വെടിവെച്ച് കൊല്ലുന്നില്ല മനുഷ്യരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ. അതൊന്നും മമത ബംഗാളിൽ ചെയ്തില്ല. മറിച്ച് മമത കാണിച്ചു കൊടുത്തു, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന വേദന അത് നിങ്ങൾ അറിയണം, അതിനാലാണ് നിങ്ങളുടെ പ്രതിഷേധങ്ങളെ ഞങ്ങൾ തടഞ്ഞത്. മമത പുലിക്കുട്ടി തന്നെയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിക്കില്ലാത്ത ഒരു ശക്തി മമതക്കുണ്ട്. അതായത് അടിക്കടി എന്ന് പറയുന്ന കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ മമതയെ നമുക്ക് വിളിക്കാം പുലിക്കുട്ടി എന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.